നമസ്കാരം. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്ന പൂർണ്ണ എക്സ്പ്രസിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ദൂദ്സാഗർ വഴിയൊക്കെ യാത്ര ചെയ്ത് ഇപ്പം ഗോവയിലെ കുലേം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 11:30 കൂലേത്ത് ട്രെയിൻ എത്തേണ്ടത്. ഇപ്പൊ 12:51 ട്രെയിൻ ഡിലേ ആണ്. നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S1 ആണ്, അതായത് ഏറ്റവും പുറകിലാണ്. ഇതിന് ശേഷം പിന്നെ 2 അൺറിസേർവ്ഡ് ആണുള്ളത്. ഈ ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ 4 അൺറിസേർവ്ഡ് ആണുള്ളത്. 2 മുന്നിലും 2 പുറകിലും. 7 സ്ലീപ്പർ, 4 തേർഡ് AC, 2 സെക്കൻഡ് AC, അങ്ങനെയാണ്. ട്രെയിനിന്റെ ലോക്കോമോട്ടീവ് WDP 4D ആണ്. എറണാകുളം വരെ അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇവിടെ എത്ര നേരം വെയിറ്റ് ചെയ്യുന്ന അറിയില്ല. കാരണം ഇതിന്റെ മുന്നിൽ 2 ബ്രേക്കർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാസൽ റോക്കെന്ന്. അതിപ്പോൾ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ക്ലിയറായി പോയതിനു ശേഷം മാത്രമേ ഇവിടുന്ന് നമുക്കുള്ള ക്ലിയറൻസ് കിട്ടുള്ളൂ. 1 മണിയായി. ഇപ്പോഴാണ് ഇവിടുന്ന് ട്രെയിൻ എടുത്തത്. ഈ ട്രെയിൻ ഉണ്ടായിരുന്ന ബ്രേക്കറാണിത്. 2 WDP 4D ആണ്. ഇപ്പോൾ ഒരുപാട് ഡിലേ ആണല്ലോ വണ്ടി, പക്ഷേ ഇതിന് ഒരുപാട് സ്ലാക്ക് ടൈമിംഗ് ഉണ്ട്. അതുകൊണ്ട് വലിയ ഡിലേ എന്തായാലും കുറഞ്ഞു കിട്ടും. മംഗലാപുരമൊക്കെ എത്തുമ്പോൾ നല്ലോണം കുറയും. കുലേം കാസൽ റോക്ക് ഭാഗത്തേക്ക് പോകുന്ന ഒരു ഗുഡ്സ് ട്രെയിനിന്റെ ബാങ്കർ ലോക്കോമോട്ടീവുകളാണ്. മഡ്ഗാവ് എത്തുന്നതിന് മുന്നേ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് പറയുന്നില്ല. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ദൂദ്സാഗർ ഭാഗത്ത് മാത്രമേ നല്ല മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ആ സ്റ്റേഷൻ. ഇനി നമുക്ക് പോകാനുള്ള റൂട്ട് അതാണ്. മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് എക്സ്പ്രസ് ആണിത്. ഈ റൂട്ട് വഴി ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു കാഴ്ച ആദ്യമായിട്ടാണ്. അങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 1:45. ഇനി ഇവിടുന്ന് ഈ ട്രെയിന് ലോക്കോ റിവേഴ്സലുണ്ട്. നമ്മുടെ ട്രെയിന് ഇത് 2 മണിക്ക് ശേഷം മംഗളൂരിലേക്ക് പോകും. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ ട്രെയിൻ വന്നത്. മഡ്ഗാവ് ഇനിയിപ്പോൾ ഒരുപാട് സമയം എന്തായാലും വെയിറ്റ് ചെയ്യണം. കാരണം അവിടുന്ന് ലോക്കോ ഒക്കെ മാറി ഇവിടെ വരാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണം നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം, കാരണം ഒരുപാട് ലേറ്റായി. 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ നിന്നും ഭക്ഷണമൊന്നും വിൽക്കാനേ ആരുമില്ല. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. അരമണിക്കൂറിന് മുകളിൽ എന്തായാലും ഇവിടെ വണ്ടി ഉണ്ടാവും. ഞങ്ങൾ ലോക്കോ പൈലറ്റിനോട് ചോദിച്ചു, ഇപ്പോഴേ വണ്ടി പോകുമെന്ന്. ഇല്ല പറഞ്ഞു. ഭക്ഷണം പോയി വാങ്ങിച്ച് വരാനുള്ള സമയം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നേരെ എന്നാൽ 1ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ട് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരാം. 1ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇവിടെ തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്.
പിന്നെ ഇവിടെ തന്നെ ഭക്ഷണം വാങ്ങിക്കാം. നോൺ വെജും വെജും രണ്ടുമുള്ള റെസ്റ്റോറൻ്റാണിത്. 2 ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. 1:59, അതായത് 2 മണി തന്നെയായി. ലോക്കോമോട്ടീവ് അങ്ങ് അവിടെ പോയിട്ട് ഇതുവരെ തിരിച്ച് വന്നിട്ടില്ല. ഇനി മെല്ലെ വന്ന് കുറേ ടൈം എടുക്കും. മംഗലാപുരം വണ്ടിയിൽ ആൾക്കാരൊക്കെ കയറി തുടങ്ങി. ഇതിന് അങ്ങ് അവിടെ പോയി തിരിച്ചു വരണം. ഫുഡ് വാങ്ങി ഇവിടെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെത്തി. എന്നിട്ട് പോലും ഇവിടെ ലോക്കോമോട്ടീവ് വന്നിട്ടില്ല. മംഗളൂരു സെൻട്രൽ മഡ്ഗാവ് വന്ദേ ഭാരത് കടന്നു വരികയാണ്. മംഗലാപുരത്ത് നിന്ന് രാവിലെ പുറപ്പെട്ട വണ്ടിയാണ്. കാർ വന്ദേ ഭാരതാണിത്. ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ആ കപ്പിൾ ചെയ്യുന്ന ഭാഗത്തേക്ക് ഇത് വരും. ചിക്കൻ ബിരിയാണിക്ക് ഒന്നിന് 120 രൂപയാണത്. ഒരു അച്ചാറ് കൂടെ ഇതിൻ്റെ കൂടെയുണ്ട്. പെട്ടെന്ന് തന്നെ ഓടിപ്പോയി അവിടെ പോയി ഈ ബിരിയാണി വാങ്ങിച്ചത് എന്തായാലും ഉപകാരപ്പെട്ടു. ബിരിയാണിക്കെല്ലാം നല്ല ചൂടുണ്ട്. പിന്നെ മസാലയൊക്കെ ഉണ്ട്. ബസ്മതി റൈസാണ്. 2:30 മഡ്ഗാവിൽ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പിന് കാർവാറാണ്. ട്രെയിനിൻ്റെ കോച്ച് വാഷ് ചെയ്യുന്ന സ്ഥലമാണിത്. ഓട്ടോമാറ്റിക് കോച്ച് വാഷിംഗ് പോയിന്റാണ് ആ കണ്ടത്. ഇവിടെ രാത്രിക്ക് പുറപ്പെടേണ്ട കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ് ഈ കാണുന്നത്, മുംബൈ CSMTയിലേക്ക്. ഇവിടെ ചെറിയൊരു തുരുത്തുണ്ട്. ഇവിടെയുണ്ട്. അതിൻ്റെ പുറകിലായി മലനിരകളാണ്. ഈ ഭാഗത്ത് മുഴുവനും കൃഷിപ്പാടാണ്. ഇവിടെയാണ് മലനിരകൾ.
3:20 ട്രെയിൻ ഇപ്പോൾ കാർവാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉത്തര കന്നഡ ജില്ലയിലാണ് കാർവാറൊക്കെ വരുന്നത്. മംഗലാപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള മത്സ്യഗന്ധ എക്സ്പ്രസിന്റെ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ഇന്ന് എന്തോ നോക്കിയാൽ നല്ല വെയിലാണ്, അതോടൊപ്പം തന്നെ നല്ല ചൂടും. ഇനിയിപ്പോൾ മഴ ഇപ്പോഴേ ഉണ്ടാവും തോന്നുന്നില്ല. ഈ ഭാഗത്തൊക്കെ രാത്രിക്കാവാം. അങ്ങ് തൊട്ട് മുന്നിലായി ഒരു വലിയ മലനിര കാണുന്നില്ലേ? ആ മലനിരയുടെ ഉള്ളിലൂടെയാണ് നമുക്കിനി പോകാനുള്ളത്. ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടണലാണ്, കുറച്ച് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ടണലാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. കാലാവസ്ഥ അടിമുടി മാറി, നല്ല മഴക്കാറുണ്ട്. ഇനി എന്തായാലും മഴ കിട്ടും. ഗോകർണ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്താനായി. മൂന്ന് 56 ട്രെയിൻ ഇതാ ഗോകർണ റോഡ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോകർണ റോഡിൽ നമ്മൾ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പുള്ളത്. ഒരുപാട് പേര് ഇവിടുന്ന് ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. കൂടുതലും നമ്മുടെ കോച്ചും തന്നെയാണ് ആൾക്കാരൊക്കെ ഇറങ്ങുന്നത്. ദേ അവിടെ നിന്ന് ഇറങ്ങുന്നത് കാണാം. ഏറെക്കുറെ ആ S2 ഇറങ്ങുന്നത് നമുക്ക് കാണാം. ഇതൊക്കെ പൂനെ തന്നെ കയറിയ ആൾക്കാർ തന്നെയാണ്. ഈ ഭാഗമൊക്കെ ഓൾമോസ്റ്റ് empty ആയി. അതായത് ഇവരൊക്കെ എറണാകുളം ടിക്കറ്റാണ് എടുത്തത്, എന്നിട്ട് ഇവിടെ ഇറങ്ങി. ബാക്കിനെ അങ്ങോട്ട് മൊത്തം വേക്കൻ്റ് തന്നെ ആയിരിക്കും. നാല് 17 ട്രെയിൻ ഇപ്പോൾ കുംത സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ഈ ട്രെയിനിൻ്റെ അൺറിസേർവ്ഡിലൊന്നും തിരക്കേ ഇല്ല. ഇന്നലെ പൂനെന്ന് മുതൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലത്തെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തിയതാണ്. ഗോവയിൽ നിന്ന് നാട്ടിലേക്ക് ഈ ട്രെയിൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. റിസർവേഷൻ തന്നെ വേണമെന്നില്ല. ഇഷ്ടംപോലെ സീറ്റുകൾ കാലിയുണ്ട്. സ്ലീപ്പറിലായാലും തിരക്ക് കുറവാണ്. ഗോകർണ റോഡിൽ ഒരുപാട് പേര് ഇറങ്ങിയല്ലോ. ആ സമയത്ത് പറഞ്ഞില്ലേ പൂനെന്ന് എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവരവിടെ ഇറങ്ങിയതാണെന്ന്. ഏറെക്കുറെ ഇപ്പോൾ ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്യുക. കാരണം പൂനെന്ന് എറണാകുളത്തേക്ക് നോക്കിയാൽ ടിക്കറ്റ് കാണൂല. അധികം വലിയ പൈസയൊന്നും ഇല്ല എറണാകുളത്തേക്ക്. ആ ഒരു പൈസയിൽ അവർ എറണാകുളത്തേക്കുള്ളത് ബുക്ക് ചെയ്ത് വെക്കും. ഇനിയിപ്പോൾ എന്താ നടക്കാൻ പോകുന്നത്? ഈ നമ്മുടെ ഇട സ്റ്റേഷനില്ല, അതായത് ഇനിയിപ്പോൾ ഉടുപ്പി, മംഗലാപുരം, കാസർഗോഡ്, പയ്യന്നൂർ ആ ഭാഗത്ത് നല്ല എറണാകുളത്തേക്ക് ടിക്കറ്റ് നോക്കിയാൽ കാണൂല. പക്ഷേ ട്രെയിൻ മൊത്തം വേക്കൻ്റാണ്. ഇപ്പോൾ ഈ കോച്ചായാലും മുഴുവനും വേക്കൻ്റ് തന്നെയാണ് ഏകദേശം ഉള്ളത്. പക്ഷേ എന്ത് ചെയ്യുക, ആൾക്കാർ അവിടെ എറണാകുളം വരെയുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തന്നെയാണല്ലോ അവർ യാത്ര ചെയ്തത്. കുംത ഒരു പട്ടണത്തിൻ്റെ ഭാഗങ്ങൾ. ഇവിടെയാണ് ബസ് സ്റ്റാൻഡ്. നാല് 35 ട്രെയിൻ ഇപ്പോൾ ഹൊന്നാവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്.
ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയാണ് കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പാലം ശരാവതി നദിക്ക് കുറുകെയാണ് ആ ഒരു പാലമുള്ളത്. അടുത്തതായി നമുക്കിനി അത് കാണാം. നടുഭാഗത്തായി തുരുത്തുകളൊക്കെ കാണാം. സമീപം 5 മണിയായി. മുരുടേശ്വരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു ഞായറാഴ്ച ദിവസമാണല്ലോ. ഈ മുരുടേശ്വരമൊക്കെ വന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണ് പൂർണ്ണ എക്സ്പ്രസ്. ഇന്ന് പിന്നെ ഒരു 2 മണിക്കൂറിനടുത്ത് ഡിലേ ആയതേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇതിനെക്കാട്ടി ഒരു 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവർ എത്തേണ്ടത്. ട്രെയിൻ വഴി പോകുമ്പോൾ തന്നെ ശിവപ്രതിമയും ക്ഷേത്രത്തിൻ്റെ ഗോപുരവും നമുക്ക് കാണാം. ആ ഭാഗത്ത് തന്നെയാണ് ബീച്ചും. സമയം 5:30. മൂകാംബിക റോഡ് ബൈത്തൂരിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. മൂകാംബിക ദർശനം കഴിഞ്ഞ് തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്ന ആൾക്കാരെയാണ് ഈ കാണുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ട്രെയിനിൻ്റെ അകംഭാഗം. ഇനിയിപ്പം ഈ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് ആൾക്കാരെന്തായാലും കയറും. ഇവിടെ ആകെ ഒരു പ്ലാറ്റ്ഫോമും ഒരു ട്രാക്കും മാത്രമേ ഉള്ളൂ. വെയിറ്റിംഗ് റൂമൊക്കെ ഉണ്ട്. പ്ലാറ്റ്ഫോമിന് നല്ല വീതിയാണ്. നേരത്തെ മുരുടേശ്വരത്ത് എന്ന് പറഞ്ഞ പോലെ ഇവിടെയും വന്ന്, അതായത് കൊല്ലൂരത്തെ ദർശനമൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു ട്രെയിനാണിത്. ഒരുപാട് പേര് ആ ഭാഗത്തേക്കാണ് കയറാനുള്ളത്. നമ്മളെ ഈ കൊച്ചിലേക്കൊന്നും അധികം ആൾക്കാർ കയറില്ല. ആ ഗോകർണയിൽ ഇറങ്ങിയ ആൾക്കാരുടെ സീറ്റ് തന്നെയാണല്ലോ ബാക്കിയുള്ളത് അല്ലേ. ഇവിടുന്ന് 30 കിലോമീറ്റർ മാത്രമേ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പുറത്ത് ബാക്കി ഒന്നുമില്ല. ഇവിടെ നോ ട്രാക്ക്, ഈ ചെറിയൊരു ഓട മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുന്ന് തന്നെ ക്രോസിങ്ങോ അതുപോലെ ഓവർടേക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേഷനിൽ പറ്റില്ല. കൊങ്കൺ റെയിൽവേയിൽ കയറിയ ശേഷം, അതായത് ഗോവ വിട്ട ശേഷം ഒരു തുള്ളി പോലും മഴ പെയ്തില്ല എന്ന് പറയാം. ഇപ്പൊ കുന്താവൂര കഴിഞ്ഞ് ബാർക്കൂർ എന്നൊരു സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ക്രോസിംഗ് ആണ് മംഗളൂരു ജംഗ്ഷനിൽ മുംബൈ CSMTയിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ്, അതായത് നമ്മളൊക്കെ വിളിക്കും റോക്കറ്റ് എന്ന്. അപ്പൊ അതിപ്പോ ഇതുവഴി കടന്നു പോകും. ട്രെയിൻ വരികയാണ്.
നദിയുടെ പേരാണ് സുവർണ നദിയാണിത്. ഇപ്പം ചെറുതായിട്ട് മഴയുണ്ട്. ആറ് 37 ട്രെയിൻ ഇപ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉടുപ്പിയിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് ട്രെയിൻ വന്നത്. ഇനി അടുത്ത സ്റ്റോപ്പ് മംഗളൂരു ജംഗ്ഷനാണ്. മംഗലാപുരം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ മംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് കാണാനായി സാധിക്കും. അതൊരു ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. മഴയൊന്നും ഇല്ലെങ്കിൽ, നല്ല ഇരുട്ടൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എയർപോർട്ട് കാണാം. ഇത് തൊക്കൂർ റെയിൽവേ സ്റ്റേഷനാണ്. കർണാടകയിലെ തൊക്കൂർ റെയിൽവേ സ്റ്റേഷൻ മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെയാണ് കൊങ്കൺ റെയിൽവേ ഉള്ളത്. ഈ റെയിൽവേ സ്റ്റേഷനോടുകൂടി കൊങ്കൺ റെയിൽവേ അവസാനിച്ചു. ഇനി നമ്മൾ സദേൺ റെയിൽവേയിലേക്ക് കയറുകയാണ്. ഈ കാണുന്നതാണ് മംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ട്. കുലശേഖരാട്ടാണ്. ഇപ്പോൾ കുറച്ച് പോയാൽ മംഗളൂരു ജംഗ്ഷൻ എത്തും. 7:46 ട്രെയിൻ ഇതാ മംഗളൂരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 7:20 എത്തേണ്ടത്. 26 മിനിറ്റ് ഡിലേ ആയി എത്തി. മഡ്ഗാവിന് മുന്നേ ട്രെയിൻ 2 മണിക്കൂറിന് മുകളിൽ ഡിലേ ആയിട്ടുണ്ടായതാണ്. സ്ലാറ്റ് ടൈം ഉണ്ട്, അതായത് അധിക സമയം. മംഗളൂരു ജംഗ്ഷൻ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. അതുപോലെ തന്നെ ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് 8:10 തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ് ഉണ്ട്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ട്രെയിനിന്റെ റേക്ക് ഷെയറിങ്ങിനെ പറ്റി പറയാം. പൂണെന്ന് മിറാജ് വഴി എറണാകുളത്തേക്കുള്ള വണ്ടിയിലാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത്, അതായത് പൂർണ്ണ എക്സ്പ്രസ്. മറ്റൊന്നുള്ളത് പൂനെന്ന് പനവേൽ വഴി ആഴ്ചയിൽ 2 ദിവസം എറണാകുളത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ്. പിന്നെയുള്ളത് പൂനെന്ന് ബീഹാറിലെ ദർഭംഗയിലേക്കുള്ള ഒരു എക്സ്പ്രസ്. ഇനിയിപ്പം ഇവിടെ നിന്ന് രാത്രിക്ക് നമുക്ക് ഭക്ഷണം വാങ്ങിക്കാം. മീൻകറി ഊണുണ്ട്, പൊറോട്ടയുണ്ട്, ബിരിയാണി ഉണ്ട്. ഏതാന്ന് നോക്കാം നമുക്ക്. രാത്രിക്കുള്ള ഭക്ഷണം വാങ്ങിച്ചിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് ഇനി കാസർഗോഡാണ്, നേത്രാവതി. ഇന്ന് പൊതുവെ മഴ കുറവാണ്. ഗോവയ്ക്ക് ശേഷം മഴയേ ഇല്ലെന്ന് പറയാം. പക്ഷെ ഞങ്ങൾ മത്സ്യബന്ധന യാത്രക്ക് പോയ സമയത്ത് നല്ല മഴയായിരുന്നു എല്ലായിടത്തും. മംഗലാപുരത്തും മഴയായിരുന്നു, കൊങ്കണിൽ പൊരിഞ്ഞ മഴയായിരുന്നു. ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് എത്താനായേ. അൺറിസർവ്ഡ് കണ്ട ഒരുപാട് സീറ്റുകൾ വേക്കൻ്റ് ആണ്. ഇപ്പോൾ മംഗലാപുരത്ത് പോലും നിങ്ങൾക്ക് എറണാകുളം ഭാഗത്തേക്ക് ഈ ട്രെയിൻ ഞായറാഴ്ച യൂസ് ചെയ്താൽ ഏറ്റവും നല്ലതാണ്. മലബാർ മാവലിക്കൊക്കെ നല്ല തിരക്കാണല്ലോ. 8:44 ട്രെയിൻ ഇതാ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒമ്പത് 7 ട്രെയിൻ ഇപ്പോൾ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ശരിക്കും ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി വീട്ടിലേക്ക് പോകാനുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ സമയത്ത് ട്രെയിൻ ഇറങ്ങിയാൽ ബസ്സൊന്നും കിട്ടൂല. പിന്നെ എന്തായാലും ഷൊർണൂരേക്ക് തന്നെ പോകാമെന്ന് കരുതി അവിടുന്ന് വേറൊരു ചെറിയൊരു പ്ലാനും കൂടെ സെറ്റാക്കി. ഇനി അടുത്തത് പയ്യന്നൂർ, നമ്മുടെ ഹോം സ്റ്റേഷനായ നീലേശ്വരം സ്കിപ്പ് ചെയ്യുന്നത് കാണാം. സിഗ്നലായി.
9:28 പയ്യന്നൂരിലെത്തിയിരിക്കുകയാണ്. പയ്യന്നൂരിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. ഇവിടെ നിന്നൊക്കെ ട്രെയിൻ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട്, റിസർവേഷനിലും അൺറിസർവ്ഡിലും. പയ്യന്നൂരിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് കിടന്നുവേ. ഇപ്പൊ 12:50 ഷൊർണൂരേക്ക് എത്താനായി. 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. പൂനെയിൽ നിന്നും 1173 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 12:53. വലിയ തിരക്കൊന്നുമില്ല ഇവിടെ, കാരണം ഈ ഒരു സമയമായല്ലോ. 3:30 ആകുമ്പോഴത്തേക്ക് ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തും. വലിയ ഡിലേ ഒന്നുമില്ല. ഇനി നമുക്ക് ഇതുവഴി നേരെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോവാം. 1ാം നമ്പറില്ല ആ ഒരു ഭാഗത്തേക്ക്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വന്ന സമയത്ത് ഇവിടെ നല്ല രീതിയിൽ പണിയാക്കി എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ എന്താ ഒരു ഭംഗി, ഇതൊക്കെ കാണാൻ നല്ലൊരു വികസനം തന്നെയാണ് ഷൊർണൂരിൻ്റെ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുള്ളത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെയൊക്കെ നല്ല നീറ്റാണ്, എല്ലാം അടിപൊളിയാണ്. ഒന്നുകൊണ്ടും മികച്ചതായി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. സമയം രാത്രി 1:05. ഇനി അടുത്ത ഞങ്ങളുടെ പരിപാടി ഇവിടുത്തെ വെയിറ്റിംഗ് ഹാളിൽ പോയി വെയിറ്റ് ചെയ്യുക. കാരണം ഇനി രാവിലെ ഉള്ളൂ ഞങ്ങൾക്ക് അടുത്ത യാത്ര. മറ്റെവിടത്തേക്കുമല്ല, നിലമ്പൂർ റോഡിലേക്കാണ്. അപ്പം പൂനെ തുടങ്ങിയ പൂർണ്ണ എക്സ്പ്രസിൻ്റെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പം നമുക്ക് മറ്റു വീഡിയോ മത്സരം ബൈ.